കഥ തുടങ്ങുമ്പോൾ വിവാഹത്തിന് മുമ്പ് രണ്ടുപേർ ടാറ്റു വരയ്ക്കാൻ വേണ്ടി ടാറ്റു പാർലറിൽ വരുന്നു. റിയ നിർബന്ധിച്ചത് കൊണ്ടാണ് ആര്യൻ ടാറ്റു വരയ്ക്കാൻ വേണ്ടി സമ്മതിച്ചത്. അതിന്റെ അകത്ത് കയറുന്ന ആര്യൻ പേടിച്ചാണ് നിൽക്കുന്നത്. അവർ അവിടെയുള്ള ഫോട്ടോയിൽ നിന്ന് നാഗത്തിന്റെ ഫോട്ടോ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് റിയ ടാറ്റു വരയ്ക്കുന്ന ആളോട് നാഗത്തിന്റെ തലഭാഗം റിയയുടെ ശരീരത്തിലും ബാക്കി ഭാഗം ആര്യന്റെ ശരീരത്തിലുമായി വരയ്ക്കാൻ പറയുകയാണ്. തുടർന്ന് ടാറ്റു വരയ്ക്കാൻ തുടങ്ങുകയാണ്. ടാറ്റു വരയ്ക്കുമ്പോൾ ആര്യൻ വേദനിച്ച് കരയുകയാണ്. ടാറ്റു വരയ്ക്കുന്നത് ടാറ്റു മെഷീനാണ്. അയാൾ ഒന്നും ചെയ്യാതെ അവരുടെ അടുത്ത് നിൽക്കുകയാണ്. അവസാനം അയാൾ ടാറ്റു വരച്ചത് വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. അത് അവർക്ക് ഇഷ്ടപ്പെടുകയാണ്. ആര്യന് ടാറ്റു വരച്ചതിന്റെ വേദന മാറാത്തത് കൊണ്ട് അയാളോട് റിയ എപ്പോൾ ഈ വേദന മാറുമെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന അയാൾ നാഗത്തിന്റെ ടാറ്റു നിങ്ങൾ വരയ്ക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അത് കേട്ട് പേടിച്ച് നിൽക്കുകയാണ് റിയ ആര്യനും. അടുത്ത സീനിൽ ആര്യന്റെ വേദന കുറവുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി റിയ ഫോണിൽ വിളിക്കുമ്പോൾ ആര്യനെ കിട്ടാത്തത് കൊണ്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് റിയ. അപ്പോൾ അവിടെ ആര്യൻ വരുന്നു. ആര്യനെ കാണുന്ന റിയയുടെ അനിയത്തി അപ്പോൾ അവിടെ നിന്ന് പോവുകയാണ്. റിയ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും ആര്യൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ റിയയ്ക്ക് ടാറ്റു വരച്ച ഭാഗത്ത് വേദന തോന്നുമ്പോൾ ആര്യൻ റിയയുടെ ശരീരത്തിൽ ടാറ്റു വരച്ച സ്ഥലത്ത് നോക്കുകയാണ്. അപ്പോൾ റിയയുടെ ശരീരത്തിൽ ആ ടാറ്റു വരച്ചത് കാണാനില്ല. അങ്ങനെ ടെൻഷൻ അടിച്ച് അവർ നിൽക്കുമ്പോൾ ആ സമയം ആര്യന് വേദന കൊണ്ട് കരയുകയാണ്. അപ്പോൾ ആര്യന്റെ ശരീരത്തിൽ നോക്കുമ്പോൾ ആ നാഗത്തിന്റെ മുഴുവൻ നാഗത്തെയും ആര്യന്റെ ശരീരത്തിൽ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് റിയ. ആ സമയം ആര്യന്റെ ശരീരത്തിലൂടെ നാഗ ഇഴഞ്ഞു പോകുന്നത് കണ്ട് ആര്യന്റെ ബോധം പോകുന്നു. ഇതെല്ലാം കാണുന്ന റിയയും വീട്ടിലുള്ളവരും ഞെട്ടി നിൽക്കുകയാണ്. അടുത്ത സീനിൽ രാവിലെ എഴുന്നേൽക്കുന്ന ആര്യൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ നാഗ ഇഴഞ്ഞു പോകുന്നത് കാണുന്ന ആര്യൻ മുഖത്ത് വരുന്ന നാഗത്തെ കൈകൊണ്ട് പിടിക്കുകയാണ് ആര്യൻ. ശേഷം അവർ എല്ലാവരും ഒരു ബാവിയുടെ അടുത്ത് പോവുകയാണ്. അവിടെ വെച്ച് ആര്യന്റെ വീട്ടുകാർ റിയയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. കാരണം റിയയാണ് ആര്യനെ നിർബന്ധിച്ച് ടാറ്റു വരയ്ക്കാൻ വേണ്ടി കൊണ്ടുപോയത്. തുടർന്ന് ആര്യന്റെ കൈ മാറ്റി ആ നാഗത്തെ കാണുന്ന ബാവ ഈ നാഗം ആര്യന്റെ തലയ്ക്കകത്ത് കയറി ആര്യനെ കൺട്രോൾ ചെയ്യാൻ നോക്കുകയാണ്. ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ല എന്ന് പറയുകയാണ്. അടുത്ത സീനിൽ ആര്യനെ കാണാൻ വരുന്ന റിയ ആര്യന്റെ കണ്ണിന്റെ അകത്ത് കൂടി നാഗം പോകുന്നത് കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. ശേഷം ആര്യനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ആര്യനെ കാണാൻ വരുന്ന ബാവ ആര്യനെ രക്ഷിക്കാൻ ഇനി ഒരു മാർഗമേ ഉള്ളൂ എന്ന് പറയുകയാണ്. തുടർന്ന് റിയ വിവാഹ വേഷത്തിൽ പൂജാരിയുമായി ഹോസ്പിറ്റലിൽ വരുന്നു. എന്നിട്ട് ബാബ പറഞ്ഞു കൊടുക്കും പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ് റിയ. ആര്യൻ ബോധമില്ലാതെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ റിയ സ്വന്തമായി ആര്യനെ മനസ്സിൽ വിചാരിച്ച് താലി കെട്ടുകയാണ്. എന്നിട്ട് ബാബ കൊടുത്ത വിഷം കുടിക്കുകയാണ് റിയ. എന്നിട്ട് റിയ ആര്യന്റെ അടുത്ത് പോകുന്നു. ആര്യന്റെ നെറ്റിയിൽ നാഗ ഇഴഞ്ഞു വരുന്നത് കാണുന്ന റിയ കൈകൊണ്ട് അതിനെ പിടിക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ ആര്യൻ കണ്ണു തുറക്കുന്നു. ആര്യന് നേരത്തെ നടന്നതൊന്നും ഓർമ്മയില്ല. ടാറ്റു വരച്ചത് മാത്രമേ ആര്യന് ഓർമ്മയുള്ളൂ എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ചുറ്റുമുള്ളവർ ആര്യന്റെ ശരീരത്തിന്റെ അകത്തുണ്ടായിരുന്ന നാഗ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ റിയയുടെ കയ്യിൽ നാഗത്തിനെ പിടിച്ചിരിക്കുന്നത് കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ട് എല്ലാവരും പേടിച്ച് നിൽക്കുമ്പോൾ ബാബ ഒരു കത്തിയുമായി വരുന്നത് കാണുന്ന ആര്യൻ ബാബയെ തടയുകയാണ്. റിയ നിർബന്ധിച്ച് ബാബയോട് പറയുമ്പോൾ ബാബ റിയയുടെ കൈ വെട്ടുകയാണ്. അടുത്ത സീന് റിയയും ആര്യനും സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണിക്കുകയാണ്. അപ്പോൾ റിയയുടെ കൈ മുറിഞ്ഞിരിക്കുന്നതും കാണിച്ച് ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പുതിയ കഥയുമായി ഉടൻ വരാമേ. ബൈ.